ജെയിംസ് കിച്ചണിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബട്ടർ ചിക്കനാണ്. വളരെ ഈസി ആയിട്ട് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് വീട്ടിൽ തന്നെ ബട്ടർ ചിക്കൻ തയ്യാറാക്കാം. ബട്ടർ ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ബട്ടർ ചിക്കൻ തയ്യാറാക്കാനായിട്ട് 2 സ്റ്റേജാണുള്ളത്. ആദ്യമേ ഒന്ന് ഇത് മാരിനേറ്റ് ചെയ്തെടുക്കണം, പിന്നെ ഇതിലേക്കുള്ള മസാല റെഡിയാക്കി നമുക്കൊന്ന് ബാക്കി കുക്കിംഗ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യമേ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്കിത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇത് 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ 2 സവോള റഫായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വഴറ്റിയിട്ട് അരച്ച് ചേർക്കാനുള്ളതാണ്. അതുകൊണ്ട് റഫായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാനൊരു 4 തക്കാളി ഇതുപോലെ റഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ആദ്യമേ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അധികം ഓയിൽ വേണ്ട, നമുക്ക് ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിൽ കനം കുറച്ച് ചെറിയ ചിക്കൻ പീസായിട്ട് എടുക്കുന്നതാണ് നല്ലത്. ബോൺലെസ് ആകുമ്പോൾ നമ്മളിങ്ങനെ ചെറിയ പീസ് എടുക്കുക. ബട്ടർ ചിക്കന് ബോൺലെസ് ചിക്കനാണ് നല്ലത്. രണ്ടു വശം തിരിച്ചു മറിച്ചിട്ട് ഓൾമോസ്റ്റ് ഫ്രൈ ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുത്തിട്ട് ബാക്കിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടാമത്തെ ബാച്ചും ഓൾമോസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് ഈ സെയിം പാനിലേക്ക് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള സവോള ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത ഈ ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പം ഈ സവോളയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചിക്കൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ബട്ടറാണ്. 1 സ്പൂൺ ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവോള നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇത് നന്നായിട്ട് മിക്സായി എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. സവോളയും നമ്മൾ ചേർത്ത മസാല എല്ലാം കൂടെ ഒന്നിച്ച് വന്നു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഇതിൻ്റെ ഒരു നികമ്പനെ വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് മൂടി വെച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ സിമ്മിൽ ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. നല്ല നൈസ് ആൻഡ് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അത്രയും നമ്മൾ വേവിച്ചെടുക്കണം. അതിൽ ഫുൾ ഫ്ലെയിമിലിട്ട് വേവിക്കേണ്ട. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ സിമ്മിലിട്ട് വേവിച്ചെടുത്താൽ മതി. തക്കാളി എല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് ചൂട് മാറിക്കഴിയുമ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം.
ഇനി നമുക്ക് അരച്ചെടുത്ത ഈ പേസ്റ്റ് ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മളിത് അരിച്ചെടുക്കണം. ഇത് നന്നായിട്ട് അരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ തക്കാളിയുടെ തൊലിയും അകത്തെ കുരുവും മാത്രമേ കിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഇതിലെ അരിപ്പയിലൂടെ അരിച്ച് കിട്ടും. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഇത് കിട്ടും. ഇനി നമുക്ക് സെയിം പാൻ തന്നെ സ്റ്റൗവിലേക്ക് വെക്കാം. ഇനി നമ്മൾ അരച്ചെടുത്ത ആ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്നുകൂടെ റീഹീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ബട്ടറാണ്. നമുക്ക് ഫ്രഷ് ക്രീം കുറച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ക്രഷ് ചെയ്ത കസൂരി മേത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബോയിൽ ആവട്ടെ. ഇപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോയിലേക്ക് വെക്കാം. ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ 5 to 7 minutes ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് 7 minute വെന്തിട്ടുണ്ട്. ചിക്കൻ്റെ ടേസ്റ്റ് എല്ലാം ഈ ഗ്രേവിയിലേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിന് മുകളിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിക്കാം. കസൂരി മേത്തി നമുക്കിതിൻ്റെ നടുഭാഗത്തേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ബട്ടർ ചിക്കൻ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്